ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി ഫ്രണ്ട് പൊങ്ങാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വണ്ടിയിലാണ് പോകാൻ പോണത്. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നേരെ കട്ടക്കളത്തിലേക്ക് പോയി. ആദ്യത്തെ ഓർഡർ സിമെന്റ് കട്ടക്കാണ്. നേരെ ചെന്ന് ഭായിമാരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചു. വണ്ടിയുടെ ഡോർ തുറന്ന് കട്ട കയറ്റാനായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴേക്കും കട്ട കയറ്റി കഴിയാറായിരുന്നു. അങ്ങനെ കയറ്റിയ കട്ടയുടെ കണക്കും കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി വെച്ച് വണ്ടി എടുത്ത് നേരെ വിട്ടു. ആദ്യത്തെ ലോഡ് ചന്തിരൂർക്കാണ്. ഈ ഒരു ഗോഡൌണിന്റെ അകത്താണ് കട്ട കുത്തണത്. ചില സ്ഥലങ്ങളിൽ കട്ട ഇറക്കുകയും ചില സ്ഥലങ്ങളിൽ കട്ട കുത്തിയൊക്കെയാണ് ചെയ്യണത്. ഇവിടെ ഇപ്പൊ നമ്മൾ കുത്താനാണ് പോണത്. പക്ഷേ കട്ട കുത്തണത് സാധാരണ മെറ്റീരിയൽസ് കുത്തണത് പോലെ അത്ര എളുപ്പമല്ല. കുറച്ച് കട്ടകൾ മുകളിൽ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചാടി പോരാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വണ്ടി നിർത്തുന്ന സ്ഥലം ലെവലാണോ എന്ന് നോക്കിയിട്ട് വേണം കട്ട കുത്താൻ. ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി ഫ്രണ്ട് പൊങ്ങാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചേക്കിട്ടോ. അങ്ങനെ കുറച്ച് ഇവിടെയും ബാക്കി കുറച്ച് അപ്പുറത്തും കുത്തി വണ്ടി എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. തിരിച്ച് പോഞ്ഞാശ്ശേരിയിൽ വന്നപ്പോഴേക്കും സ്കൂൾ ടൈം ആയി. ആ ഗ്യാപ്പിൽ ഞാൻ വണ്ടി ഗ്രീസ് അടിക്കാൻ ഇട്ട് കൊടുത്തു. ടയർ ചൂടായിരിക്കുന്നത് കൊണ്ട് എയർ അടിച്ചില്ല. അത് കഴിഞ്ഞ് നേരെ പോയി ചായ കുടിച്ചു. അപ്പോഴേക്കും സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞായിരുന്നു. അടുത്ത ലോഡ് കയറ്റാനായിട്ട് വേറൊരു കട്ടക്കളത്തിലേക്ക് പോയി. ഇത്തവണത്തെ ലോഡും കട്ട തന്നെയാണ് കേട്ടോ. വണ്ടി പിടിച്ചിട്ട് കൊടുത്തപ്പോ തന്നെ ഭായിമാര് പടപടയെന്നും പറഞ്ഞ് കട്ടയേറ്റി തന്നു. ഇത്തവണ നമ്മൾ പോണത് വെങ്ങോലക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ സൈറ്റിൽ പോയി കട്ട കുത്തി തിരിച്ച് കമ്പനി ക്രഷറിൽ വന്ന് എംസാൻഡ് കയറ്റാനായിട്ട് വണ്ടി ഇട്ട് കൊടുത്തു. JCBക്കാണ് കയറ്റണത്. ഈ ലോഡും നേരത്തെ പോയ സൈറ്റിലേക്ക് തന്നെയാണ്. ലോഡ് ഫുള്ളായി കഴിഞ്ഞപ്പോ തന്നെ വണ്ടി എടുത്ത് നേരെ വിട്ടു. സൈറ്റിൽ വന്ന് ഭായിമാര് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ലോഡ് കുത്താനായിട്ട് പിടിച്ചു. ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോ ഈ സൈറ്റിലേക്ക് തന്നെ ഒരു ലോഡ് 1.5 ഇഞ്ച് മെറ്റലും കൂടി അടിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ വണ്ടി എടുത്ത് നേരെ വേറൊരു ക്രഷറിലേക്ക് പോയി. പിന്നെ നമ്മൾ ഈ ടിപ്പ് വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ഔട്ടിട്ട് ഈ ഒരു ചുവന്ന സ്വിച്ച് ബാക്കിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് ഈ ബ്ലാക്ക് ലിവർ ബാക്കിലേക്ക് ഇടും. ശേഷം ക്ലച്ചുമേന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ടിപ്പ് പൊങ്ങും. അതുപോലെ തന്നെ ടിപ്പ് താഴ്ത്താനായിട്ട് ചുവന്ന സ്വിച്ച് മുമ്പോട്ടേക്ക് ആക്കിയിട്ട് ബ്ലാക്ക് ലിവർ ഇതുപോലെ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പോഴാണ് ടിപ്പ് താഴുള്ളൂ. പക്ഷേ ഈ ഒരു സ്വിച്ചും ഫംഗ്ഷനും ഒക്കെ പല വണ്ടിയിലും വ്യത്യസ്തമായിരിക്കും കേട്ടോ. ആ കാണുന്ന ടാങ്കിൽ നിന്നാണ് മെറ്റൽ കയറ്റണത്. അങ്ങനെ ടാങ്കിന്റെ അടിയിലേക്ക് വണ്ടി പിടിച്ചിട്ട് കൊടുത്തു. നമ്മുടെ ബായ് ടാങ്കിന്റെ ഷട്ടർ തുറന്ന് ലോഡ് കയറ്റി തുടങ്ങി. ലോഡൊക്കെ കയറ്റി ലെവലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി മെറ്റലൊന്ന് നനച്ചിട്ടു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ സെയിം സൈറ്റിലേക്ക് തന്നെ പോയി. നേരത്തെ സാൻഡ് കുത്തിയതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ മെറ്റലും കുത്തി. ലോഡൊക്കെ കുത്തി നേരെ കമ്പനി ക്രഷറിൽ വന്ന് വണ്ടി ഒതുക്കിയിട്ടു. ഇന്ന് ഓർഡർ കുറവായതുകൊണ്ട് ഉച്ചയായപ്പോഴേക്കും ഓട്ടം കഴിഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.